ഡൊണാൾഡ് ട്രംപ് ഇസ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറയേണ്ടി വരും. അതെ, ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ലോകം കാത്തിരുന്ന വലിയ നീക്കം സംഭവിച്ചു കഴിഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ പലരും കരുതിയത് ഇത് അമേരിക്കയുടെ വലിയൊരു വിജയമാണ് എന്നാണ്. ലോകം തന്നെ ഞെട്ടുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചത് ചൈനയുടെ പ്രതികരണമാണ്. ചൈന ചിരിക്കുകയാണ്. ചൈനീസ് ഭരണകൂടം ഇതിനെ വിളിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് ഗിഫ്റ്റ് എന്നാണ്. അമേരിക്ക തങ്ങൾക്ക് തന്ന വലിയൊരു സമ്മാനം. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ പറയുന്നത്? വെനസ്വേലയിലെ ഈ നീക്കം എങ്ങനെയാണ് തായ്വാന്റെ വിധി മാറ്റി എഴുതുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് വെനസ്വേലയിൽ നടന്നത് എന്ന് നോക്കാം. വർഷങ്ങളായി അമേരിക്കയുടെ കണ്ണിലെ കരടാണ് നിക്കോളാസ് മദൂറോ. വെനസ്വേലയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടു എന്നും ജനാധിപത്യം തകർത്തു എന്നും പറഞ്ഞാണ് ട്രംപ് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. വളരെ സീക്രട്ടായി നടന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെയാണ് മദൂറോയെ അമേരിക്ക കസ്റ്റഡിയിലെടുത്തത്. ഇതിനെ ഒരു ഏകപക്ഷീയമായ നടപടി എന്നാണ് ലോകരാജ്യങ്ങൾ വിളിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭരണതലവനെ മറ്റൊരു രാജ്യം പോയി പിടിച്ചു കൊണ്ടുവരുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഇവിടെയാണ് ചൈന തങ്ങളുടെ അവസരം കാണുന്നത്. ചൈനയുടെ കടുത്ത ഭാഷയിലുള്ള പ്രതിഷേധം മഡൂറോയെ പിടികൂടിയ ഉടൻ തന്നെ ചൈനീസ് ഫോറിൻ മിനിസ്ട്രി വളരെ ഗൗരവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ആണെന്നാണ് ചൈന പറയുന്നത്. വെനസ്വേലയിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നത് അമേരിക്ക ഉടൻ അവസാനിപ്പിക്കണമെന്ന് ചൈന ആഞ്ഞടിച്ചു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭരണത്തലവനെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നത് വെറും ഗുണ്ടായിസമാണ് എന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തിന് ജനാധിപത്യം പഠിപ്പിച്ചു കൊടുക്കുന്ന അമേരിക്കയുടെ ധാർമ്മിക നേതൃത്വത്തിന് ഏറ്റ കനത്ത പ്രഹരമാണ് ഈ നടപടിയെന്നും ഇനി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ വാഷിംഗ്ടണിന് കഴിയില്ലെന്നുമാണ് ബെയ്ജിങ്ങിന്റെ പക്ഷം. ഈ ഒരു വാദം ഉപയോഗിച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ പോലുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യത തകർക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ചൈനയ്ക്ക് സാധിക്കും. ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ അത് നിങ്ങളാകാമെന്ന ഭീതി മറ്റ് രാജ്യങ്ങളിൽ വിതയ്ക്കാൻ ചൈന ഈ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ്. ഇതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. തായ്വാൻ വിഷയം. വർഷങ്ങളായി ചൈന തായ്വാനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അമേരിക്ക പറയുന്നത് തായ്വാന്റെ സ്വയം ഭരണാധികാരം സംരക്ഷിക്കണമെന്നാണ്. എന്നാൽ വെനസ്വേലയിൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് പ്രസിഡന്റിനെ പിടികൂടിയതോടെ അമേരിക്കയുടെ ആ വാദത്തിന് പ്രസക്തി ഇല്ലാതെ ആയി എന്ന് ചൈന വാദിക്കുന്നു. ചൈനീസ് സോഷ്യൽ മീഡിയ ആയ വീബോയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് മറ്റൊന്നാണ്. അമേരിക്കയ്ക്ക് വെനസ്വേലയിൽ കയറി പ്രസിഡന്റിനെ പിടിക്കാമെങ്കിൽ തായ്വാനിലെ നേതാക്കളെ പിടികൂടാൻ ചൈനയ്ക്കും അവകാശമില്ലേ എന്നതാണ്. നമ്മുടെ ഭാഗമായ തായ്വാനിൽ നമ്മൾ ആക്ഷൻ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത് തായ്വാനെതിരെ ഭാവിയിൽ ചൈന എടുക്കാൻ പോകുന്ന സൈനിക നീക്കങ്ങൾക്ക് ഒരു മോറൽ ജസ്റ്റിഫിക്കേഷനായി ചൈന മാറ്റുകയാണ്. അതായത് അമേരിക്ക തന്നെ ഇന്റർനാഷണൽ നോംസ് ലംഘിച്ചതോടെ ഇനി തായ്വാന്റെ മേൽ ചൈന എന്ത് ആക്ഷൻ എടുത്താലും അമേരിക്കയ്ക്ക് അതിനെ ചോദ്യം ചെയ്യാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് ചൈന പറയുന്നു. അവിടെ തീരുന്നില്ല. ചൈന ചുമ്മാ ഇരിക്കുകയല്ല. പിന്നാലെ അവർ റഷ്യയെയും കൂട്ടുപിടിച്ച് യുണൈറ്റഡ് നേഷൻസിൽ അമേരിക്കയെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷയത്തെ UN-ൽ എത്തിച്ച് അമേരിക്കയെ ഒറ്റപ്പെടുത്താനാണ് ചൈനയുടെ ശ്രമം. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തി അമേരിക്കയുടെ ഏകപക്ഷീയമായ നടപടികൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് ചൈന സ്ഥാപിക്കുന്നു, വരുത്തി തീർക്കുന്നു. അമേരിക്കയുടെ ഈ നടപടി UN ചാർട്ടറിന്റെ ലംഘനമാണെന്ന് അവർ വാദിക്കുന്നു. അമേരിക്കയെ നിയമം പാലിക്കാത്ത ഒരു രാജ്യമെന്ന് മുദ്രകുത്തുകയാണ് ചൈനയുടെ നീക്കം. ഇത് വിജയിച്ചാൽ ലോകത്തെ പല സുപ്രധാന തീരുമാനങ്ങളിലും അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിക്കും. അതുപോലെ ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്കയ്ക്കെതിരെ തിരിക്കാൻ ഈ ഇൻസിഡന്റ് ചൈനയെ സഹായിക്കുന്നുണ്ട്. ചൈനയ്ക്കുണ്ടായിരുന്ന US-ന് ചുറ്റുപറ്റിയുള്ള ടെൻഷൻ ഒരു പരിധിവരെ ശമിച്ചു എന്ന് പറയുമ്പോഴും ചൈനയ്ക്കേറ്റ പ്രഹരം ചില്ലറയല്ല. മഡൂറോയുടെ വീഴ്ച ചൈനയ്ക്ക് സാമ്പത്തികമായി വലിയൊരു തിരിച്ചടിയാണ്, വെല്ലുവിളിയാണ്. കാരണം വെനസ്വേലയിൽ ബില്യൺ കണക്കിന് ഡോളറാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മഡൂറോ പോയി ട്രംപ് പറയുന്ന ഒരു സർക്കാർ അവിടെ വന്നാൽ ചൈനയുടെ കോടിക്കണക്കിന് രൂപയുടെ കടം, അതായത് ഓയിൽ ബാക്ക്ഡായ ലോണുകൾ തിരിച്ചു കിട്ടാൻ പ്രയാസമാകും. കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ ചൈനയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണറിനെയാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതും കൂടാതെ അമേരിക്കയുടെ ഈ ബോൾഡ് മൂവ് ചൈനയെ പേടിപ്പിക്കുന്നുമുണ്ട്. ട്രംപ് ഇത്രയും അഗ്രസീവ് ആണെങ്കിൽ തായ്വാൻ വിഷയത്തിൽ ചൈന എന്തെങ്കിലും ചെയ്താൽ ട്രംപ് തിരിച്ചടിക്കില്ല എന്ന ഭയം ബെയ്ജിങ്ങിനുണ്ട്. ഇനിയുള്ള ചോദ്യം എണ്ണ വിപണിയിലെ അവസ്ഥ എന്ത് എന്നുള്ളതാണ്. ഈ ഒരു അപ്രതീക്ഷിത സംഭവത്തിനു ശേഷം ഓയിൽ മാർക്കറ്റിൽ ചെറിയൊരു ചലനം ഉണ്ടായി എങ്കിലും വലിയ തകർച്ചയുണ്ടായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. ട്രംപ് ഭരണകൂടം വെനസ്വേലയിലെ എണ്ണ ഉൽപ്പാദനം അമേരിക്കൻ കമ്പനികൾ വഴി പുനരാരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. വെനസ്വേലൻ ഓയിൽ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും ലോകം.
അമേരിക്കൻ കമ്പനികൾ അവിടെ ഡ്രില്ലിംഗ് ആരംഭിച്ചാൽ എണ്ണ ഉൽപ്പാദനം കൂടും, സ്വാഭാവികം. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ കാരണമായേക്കും. നിലവിൽ ഗോൾഡ്, സിൽവർ വിലകൾ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നത് കൊണ്ട് തൽക്കാലം മാർക്കറ്റിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഈ നീക്കം വെനസ്വേലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിന്റെ ബാലൻസ് തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ചൈന ഇതിനെ ഒരു ഗിഫ്റ്റായി കാണുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാലെ വരാനിരിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കയുടെ കരുത്ത് കാട്ടുന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് അതൊരു ഡിപ്ലോമാറ്റിക് ആയുധമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ തായ്വാൻ കടലിടുക്കിലോ മറ്റോ കാണേണ്ടി വരുമോ എന്നും വരും ദിവസങ്ങളിൽ അറിയാം.